ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സത്യ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വില്ലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീട് വരുന്നത് ഒരു വലിയൊരു കോമ്പൗണ്ടാണ്. വലിയൊരു പറമ്പ് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ 15 വീടുകളാണ് വരുന്നത്. ഈ അടുത്ത് കാണുന്ന വീടുകളൊക്കെ ഈ കോമ്പൗണ്ടിൽ വരുന്നതാണ്. 5 മീറ്റർ പ്രൈവറ്റ് റോഡ്, ടാറിങ് പ്രൈവറ്റ് റോഡും 10 മീറ്ററിൽ കൂടുതൽ വീതി വരുന്ന ബസ് റൂട്ടുമാണ്. ആ ബസ് റൂട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഈ വില്ലയിലേക്കാണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടാതെ ഒരു 100 പരം വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സത്യ ഹോംസ് തൃശ്ശൂർ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ എല്ലാ വീടുകളുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ നമ്മളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നല്ല ഒരു പരിസരവും നല്ല പറമ്പാണോ നിലമാണോ എന്നൊക്കെ നോക്കും. നല്ലൊരു ഏരിയ ആണോ, അവിടെ ആൾത്താമസമുള്ളൊക്കെ ഭാഗങ്ങളാണോ, ഒരു കോളനി ചേരി പോലത്തെ ഒരു സ്ഥലമാണോ, അല്ല നമുക്ക് പിന്നെ അതൊക്കെ ഇല്ല നല്ലത് തന്നെയാണ്, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണോ, പിന്നെ ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, തറപ്പണിയൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, സിമെൻറ്റ്, മെറ്റൽ, മണൽ, പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്, പ്ലംബിങ്, ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. നല്ലൊരു രീതിയിൽ ഇഷ്ടപ്പെട്ടാലേ നമ്മൾ വാങ്ങുന്നു, എന്നാലേ നമ്മൾ വാങ്ങുള്ളൂ. ഇത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഇതിനൊക്കെ എല്ലാം പക്കയായിട്ടുള്ള ഒരു വീടാണ്. നല്ലൊരു പരിസരമാണ്. ഒരു 15 വീടിൻ്റെ വില്ല പ്രോജക്റ്റാണ്. എല്ലാം നല്ല നല്ല ആൾക്കാർ വരുന്നതാണ്. ബസ് റൂട്ട് ഉണ്ട്, ഒരു 40 ട്രിപ്പ് ബസ് സർവീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീട് വരുന്നത് 4 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ വീടാണ്. എന്നാൽ നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ഡിസൈനുകൾ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ലിവിങ് ഹാളാണ്. ലിവിങ് ഹാളിൽ നമുക്ക് വാൾ മൗണ്ടഡ് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 56 ഇഞ്ച് വരെയുള്ള TV ഇതിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ നല്ല ഷോക്കേസ്, ഫ്ലവർ പോട്ടൊക്കെ വയ്ക്കാനുള്ള ബോക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. വയറിംഗ് ഒക്കെ നല്ല വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. TV സ്റ്റാൻഡൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 4x2 വെട്രിഫൈഡ് ടൈലാണ്. 10mm വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ നല്ല ഒന്നാന്തരം തേക്ക് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഒരു സ്വീകരണ ഒരു ആർച്ചൊക്കെ കൊടുത്ത് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കളറും ഒരു ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് കിടക്കുന്നത് ലെഫ്റ്റിലേക്ക് ഒരു ബെഡ്റൂമും റൈറ്റ് തിരിഞ്ഞാൽ ഡൈനിങ് ആണ്. ഡൈനിങ് റൂം നമുക്ക് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്യാവുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം ലഭ്യമാണ്. ഇവിടെ ഒരു ക്രോക്കറി 3 ഡോറിൻ്റെ ക്രോക്കറി കൊടുത്തിട്ടുണ്ട്. 3 ഡോറിൻ്റെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സെയിലിംഗ് വർക്കാണ്. ഓവറാക്കിയിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ്. സ്പോട്ട് ലൈറ്റും LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് LED ട്യൂബ് ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാം സെപ്പറേറ്റ് സ്വിച്ചസ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഒരു ബോക്സ് ടൈപ്പ് കിച്ചണാണ്. നമുക്ക് ഇതിലിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, മൈക്രോ ഓവൻ ഇതൊക്കെ വെക്കാവുന്ന എല്ലാ പ്ലഗ് പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടം ക്യാബിനറ്റും ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ടോപ്പാണ്. പിന്നെ ഏറ്റവും മുകളിലുള്ള ഒരു സ്റ്റോറേജ് ബേസും സ്ലൈഡിങ് ടൈപ്പാണ്. അവിടെ നല്ല സ്റ്റോറേജ്, ഫുൾ ഇൻറ്റീരിയർ വർക്കാണ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു കബോർഡും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സേഫ്റ്റി ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇടാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ടാപ്പും പ്ലഗ് പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കോമൺ ടോയ്ലറ്റാണ്. കോമൺ ടോയ്ലറ്റ് ആയാലും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നല്ല ചുറ്റും വാൾ ടൈലുകളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാനിറ്ററി ഐറ്റംസൊക്കെ എല്ലാം വാറണ്ടി ഉള്ളതാണ് കേട്ടോ. 5 വർഷം 6 വർഷം വാറണ്ടി ഉള്ള ഐറ്റംസാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതിലൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം ബോർഡിൻ്റെയാണ്. നല്ല ഒരു 3 ഡോറിൻ്റെ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്.
രണ്ട് സൈഡ് ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ഡോറിൻ്റെയും ഡബിൾ ഡോറിൻ്റെയും ജനലുകളുണ്ട്. നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. കണ്ടോ, നല്ല ഒരു വെളിച്ചവും കാറ്റൊക്കെ കിട്ടും. ഇതിൻ്റെ വാഷ്റൂമായാലും എല്ലാം നല്ല മനോഹരമായിട്ട് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ 4 ബെഡ്റൂമിലും വരുന്ന വാഷിംഗ് മെഷീൻ എല്ലാം തന്നെ വേറെ വേറെ ഡിസൈനിലാണ് വാൾട്ടയിലൊക്കെ വെച്ചിരിക്കുന്നത്. എല്ലാ ഫിറ്റിങ്സും ഉണ്ട് കേട്ടോ. വാഷ് ബേസിനുണ്ട്, ക്ലോസറ്റ്, യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ഷവറായാലും എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. വീട് മുഴുവനും നമുക്ക് എഞ്ചിനീയറിംഗ് പ്ലാനിൽ ചെയ്തിട്ട് അത് വാസ്തുവിലേക്ക് ആക്കിയിരിക്കുകയാണ്. അത് ആശാരി കണക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമും വേറെ ഒരു കുഴപ്പമൊന്നും വരില്ല. എല്ലാം വാസ്തു ബേസ്ഡായാണ് കണക്കുകൾ എല്ലാം തന്നെ എല്ലാ റൂമിൻ്റെയും കണക്ക് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് നമുക്കൊരു 2 കാറ് സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 2 ബെഡ്റൂമും ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നല്ലൊരു ഹാള് വരുന്നുണ്ട്, 2 ബെഡ്റൂമും പിന്നെ വലിയൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്, ഒരു ബാൽക്കണിയാണ് വരുന്നത്. അത്യാവശ്യം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അതിൻ്റെ സെപ്പറേറ്റ് ഒരു വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് അവിടെ ഡോറൊക്കെ കൊടുത്തിട്ട് ഇൻവെർട്ടറിൻ്റെ പ്രൊവിഷനും അതിൻ്റെ പ്ലഗ് പോയിൻ്റൊക്കെ എത്തിച്ചിട്ടുണ്ട്. വാഷ് ബേഷൻ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് മാറിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൈ കഴുകാനൊക്കെ ഒരു പ്രൈവസി ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഇത് മാറിയിട്ടാണ് വാഷ് ബേഷൻ സിസ്റ്റം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ സ്റ്റോറിങ് ഏരിയയിൽ വരുമ്പോൾ അവിടെ ഒരു വന്ന് ഇരിക്കാനോ അങ്ങനെയൊക്കെ കുറച്ച് ബുക്സോ അല്ലെങ്കിൽ വെക്കാനുള്ള ഒരു കബോർഡ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ലിവിങ് ഹാൾ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയും നല്ല ഒരു സ്റ്റെയർ പോർഷനും നല്ലൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിൻ്റെ ഭാഗത്തും നല്ലൊരു സ്ക്വയർ ടൈപ്പ് ഫോർ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വിൻഡോസൊക്കെ ചെയ്തിട്ട് ഫർഗ്ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 7 മണി വരെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടും. 4 ഹോളിൻ്റെ ഫർഗ്ലോ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. എല്ലാ റൂമിലും അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും വരുന്നതൊക്കെ രീതിയിലാണ് വിൻഡോസൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു മോഡലറായിട്ടുള്ള ബെഡ്റൂം തന്നെ കാണാം. അതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാം തന്നെ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമാണ്. ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് V-ഗാർഡിൻ്റെ വയറിംഗാണ് കേട്ടോ. നല്ല ഒരു കമ്പനി തന്നെയാണ്. പുട്ടി ഫിനിഷിൽ, വാട്ടർ പ്രൂഫ് പുട്ടി ഫിനിഷിലാണ് പെയിൻറ്റിങ്, ഏഷ്യൻ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ നമ്മൾ കിടക്കുമ്പോൾ അവിടെ ഒരു മെറ്റൽ ഇട്ടിട്ടാണ് കണ്ടത്. അവിടെ ഇൻ്റർലോക്കിൻ്റെ ടൈല് വെച്ചിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഈ കോമ്പൗണ്ടിൽ ഇവിടെ മുകളിൽ വന്ന് ബാൽക്കണിയിൽ ഇരിക്കാൻ വൈകുന്നേരമൊക്കെ വന്ന് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. നല്ല സുഖമായിട്ട് പുക ഇല്ലാണ്ട് നല്ല ശുദ്ധവായു ശ്വസിക്കാം. അതിനനുസരിച്ച് നല്ലൊരു വലിയൊരു ഓപ്പൺ ടെറസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കിച്ചൻ്റെ സ്പേസും ഒരു ബെഡ്റൂമിൻ്റെ സ്പേസും അങ്ങനെ തന്നെ നമുക്ക് മുകളിൽ ഓപ്പൺ ടെറസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ലാഡർ ഉണ്ട്, വാർത്തിട്ടുണ്ട്. മുകളിൽ ഒരു 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനിലാണ് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ അലക്കി ഉണക്കി തേച്ചിട്ട് അതത് റൂമിലേക്ക് കൊണ്ടുപോയി വേണ്ടോ. നമുക്ക് പുറത്ത് പറമ്പില്ല എന്നുള്ള ഒരു വിഷമം തീരും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീടിന് വരുന്നത് 4.5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. ഈ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില
65 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. ഇപ്പോൾ ഇത് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് 80% വരെ ലോൺ കിട്ടും. ഇപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ വിവിധ ബാങ്കുകളുടെ ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ